വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഓഫ് വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്. ഈ ചാനലിലൂടെ KTUവിൻ്റെ മാത്സ് എക്സാമിന് ആവശ്യമായ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ വെക്ടർ കാൽക്കുലസ് എന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും വെക്ടർ കാൽക്കുലസിന് ശേഷം മറ്റു ടോപ്പിക്കുകളും എല്ലാ സെമിസ്റ്ററിലെയും ടോപ്പിക്കുകളെല്ലാം ഈ ചാനലിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ചാനലുകൾ കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യനുകൾ അനലൈസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് അതിൻ്റെ തിയറിയെക്കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ എപ്പിസോഡുകൾ കൃത്യമായി വാച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും KTUവിൻ്റെ എക്സാമിനേഷൻസിന് നല്ല സ്കോർ ഉറപ്പായും വാങ്ങിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുന്നവർ കൃത്യമായും ഈ എപ്പിസോഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ ഞങ്ങൾക്കൊരു എൻകറേജ്മെന്റ് ആവുകയുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം കൂടി തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ എപ്പിസോഡിലൂടെ ചെയ്യുന്ന രീതി 2024 KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ടോപ്പിക്കുകൾ പറഞ്ഞു പോവുക എന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ വെക്ടർ കാൽക്കുലസിന്റെ വെക്ടർ ഡെറിവേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട ഡൈവർജൻസ്, ഗ്രേഡിയന്റ്, കേൾ, ദെൻ ഡെൽ ഓപ്പറേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളെല്ലാം അനലൈസ് ചെയ്തു. കൂടാതെ വെക്ടർ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ലൈൻ ഇന്റഗ്രലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഗ്രീൻസ് തിയറത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്സ് തിയറവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആദ്യം തന്നെ സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാന ഭാഗം, അതിന്റെ മറ്റ് ഭാഗങ്ങൾ വിട്ടിട്ട് അതിന്റെ കണ്ടന്റ് മാത്രം ഞാൻ ഇപ്പോൾ കാണിക്കാം. സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് കർവ് C f dot dr. Integral over the closed curve C f dot dr is equal to double integral over sigma curl f dot n ds. ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാന ഭാഗം. ഇതില് സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സർഫസിന്റെ ഇക്വേഷനെയാണ്. എന്തെങ്കിലും ഒരു സർഫസ് ആകാം, ഒരു ഇങ്ങനത്തെ ഒരു സർഫസോ ഒരു സ്ക്വയർ പോർഷനോ എന്തെങ്കിലും ഒരു സർഫസ്, 2 ഡയമെൻഷണൽ അപ്പിയറൻസ് ഉള്ള ഒരു സർഫസ്, 2 ഡയമെൻഷനിലോ 3 ഡയമെൻഷനിലോ ആകാം, 3 ഡയമെൻഷണൽ അപ്പിയറൻസിലോ ആകാം. അങ്ങനെ ഒരു സർഫസ് തന്നാൽ ആ സർഫസിനെയാണ് ഇവിടെ സിഗ്മ എന്ന് വിളിക്കുന്നത്. ദെൻ n എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു സർഫസിനും നമുക്ക് ഓറിയന്റേഷൻ കൊടുക്കാൻ സാധിക്കും, അതായത് പോസിറ്റീവോ നെഗറ്റീവോ എന്ന്. അതിൽ പോസിറ്റീവ് ഓറിയന്റേഷൻ എടുത്താൽ ആ പോസിറ്റീവ് ഓറിയന്റേഷനിൽ ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയ ഓർത്തോഗണൽ ആയ ഒരു യൂണിറ്റ് വെക്ടറിനെയാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത്, ഇനി ആ സർഫസിന്റെ ഇങ്ങനെ ഒരു സർഫസ് എടുക്കുമ്പോൾ ആ സർഫസിന് ഒരു ബോർഡർ ഉണ്ടാകുമല്ലോ, ഒരു ബൗണ്ടറി ഉണ്ടാകുമല്ലോ. ആ ബൗണ്ടറിയെയാണ് നമ്മൾ സി എന്ന് വിളിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെ ഒരു സർഫസ് ആണെങ്കിൽ ഈ ഒരു കർവ്, ഇതുപോലുള്ളതാണെങ്കിൽ ഇങ്ങനെയുള്ള ബോർഡറിലുള്ള പല കർവുകൾ ചേർന്ന് വരുന്ന കർവുകൾ, ആ കർവിനെയാണ് സി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് കർവ് സി, ഇന്റഗ്രൽ സിമ്പിളില് ഈ റൗണ്ട് സിമ്പിൾ കണ്ടാൽ അത് ക്ലോസ്ഡ് കർവ്, അതായത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ കർവ് വന്ന് എൻഡ് ചെയ്താൽ, ഇവിടെയും വരയ്ക്കാൻ തുടങ്ങിയ പോയിന്റ് തന്നെ വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനെ ക്ലോസ്ഡ് കർവ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ക്ലോസ്ഡ് കർവിലൂടെയുള്ള എഫ് ഡോട്ട് ഡി ആർ ലൈൻ ഇന്റഗ്രൽ, that line integral is equal to double integral over sigma curl of dot n ds. സർഫസിലാവുമ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ആയിട്ട് എടുക്കേണ്ടി വരും.
അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ്, ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. മറ്റ് സിഗ്മയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോ പറഞ്ഞതാണ്. ഇനി ഈ സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റില് ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ്, ഈ പാർട്ടിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ് എന്ന പാർട്ടിനെ ഫ്ലക്സ് ഇന്റഗ്രൽ എന്ന് വിളിക്കും. ഫ്ലക്സ് ഇന്റഗ്രൽ അഥവാ സിംപ്ലി ഫ്ലക്സ് എന്ന് പറയാം. അപ്പോ ലൈൻ ഇന്റഗ്രലിനെ ഫ്ലക്സ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റോക്സ് തിയറം. ലൈൻ ഇന്റഗ്രലിനെ ഫ്ലക്സ് ഇന്റഗ്രലുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റോക്സ് തിയറം. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗമുള്ളത്. ഇനി ഇങ്ങനെ ഫ്ലക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ് എന്ന പാർട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്, ഈ സർഫസ് സിഗ്മയുടെ ഇക്വേഷൻ z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന ഫോമില് തന്നു കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു സർഫസിനെയും ഇപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 എന്ന് തന്നാൽ അതിനെ z ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതുമ്പോൾ z എന്നുള്ളത് എക്സും വൈ ഉൾപ്പെട്ട ഒരു ഫംഗ്ഷനായി. അതുപോലെ ഏതൊരു സർഫസിന്റെ ഇക്വേഷൻ, ഒരു സർഫസിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് എക്സും വൈയും ഇസഡുമുള്ള എക്സ്പ്രഷൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നായിരിക്കും. എക്സും വൈയും ഇസഡ് ഉൾപ്പെട്ട ഒരു എക്സ്പ്രഷൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും എല്ലാ സർഫസിന്റെയും ഇക്വേഷൻ. അതിനെ നമുക്ക് z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, ഇതുപോലെ z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റിയാൽ ഈ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് ആൻഡ് ഡി എസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ കേൾ ഓഫ് ഡോട്ട് ജനറലി ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് നിൽക്കട്ടെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് എന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ എഫ് ഡോട്ട് ആൻഡ് ഡി എസ്, അതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് എഫ് ഇൻറ്റു എഫ് ഡോട്ട് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ഡി എ എന്ന് എഴുതാൻ സാധിക്കും. ഇതിൽ ആർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ത്രീ ഡയമെൻഷണൽ അപ്പിയറൻസിൽ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു പ്ലെയിൻ സർഫസ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഇങ്ങോട്ട്, സെഡ് ആക്സിസ് ഇങ്ങോട്ട്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ഒരു സർഫസ് ഉണ്ടെങ്കിൽ ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സിഗ്മയുടെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ, ഇതിന്റെ താഴേക്കുള്ള ഒരു പ്രൊജക്ഷൻ എടുത്താൽ ആ പ്രൊജക്ഷനെയാണ് ഇവിടെ വരുന്ന ഒരു പ്രൊജക്ഷൻ വരുന്നത്. ആ പ്രൊജക്ഷനെയാണ് നമ്മൾ ആർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ഷെയ്ഡ്, ഇതിന്റെ ഷാഡോ എന്ന് വേണമെന്ന് വിചാരിക്കാം. ഇതിന്റെ മുകളിൽ വെച്ച് നമ്മൾ ഒരു ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷാഡോ താഴെ ഉണ്ടാവുമല്ലോ. ആ ഷാഡോയുടെ റീജിയനെയാണ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സർഫസിലൂടെയുള്ള ഇന്റഗ്രേഷൻ നടത്താൻ അതിനെ ഒരു താഴത്തെ എക്സ് വൈ പ്ലെയിനിലേക്ക് ഉള്ള ഇന്റഗ്രലാക്കി മാറ്റുന്നു. അത് മാറ്റാനുള്ള ഒരു ഫോർമുലയാണ് ഇത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇത് എഫ് ഡോട്ട് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ആയിട്ട് എടുക്കണമെങ്കിൽ ഇത് സെഡ് എന്നുള്ളത്, സിഗ്മ എന്നുള്ളത് അപ്വേർഡ് ഓറിയന്റഡ് ആയിരിക്കണം. പോസിറ്റീവ് ഓറിയന്റേഷൻ അപ്വേർഡിലേക്ക് ആയിരിക്കണം. ഇങ്ങോട്ടുള്ളതാണ് പോസിറ്റീവ് ഓറിയന്റേഷൻ എങ്കിൽ ആണ് ഇങ്ങനെ എടുക്കുക. മറിച്ച് ഡൗൺവേർഡിലാണ് ഓറിയന്റഡ് ആയിരുന്നെങ്കിൽ അതിലൊരു ചെറിയ മാറ്റം വരും. ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ മൈനസ് കെ ഡി എ എന്നായിട്ടാണ് വരിക. സോ നിങ്ങൾ ഈ ഫ്ലക്സ് ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഈ എഫ് ഡോട്ട് ആൻഡ് ഡി എസ് കണ്ടുപിടിക്കാൻ ഒന്നുകിൽ ഈ ഫോർമുല അല്ലെങ്കിൽ ഈ ഫോർമുല, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കേണ്ടത്. തരുന്ന സർഫസിന്റെ ഇക്വേഷനെ z ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് ഒന്നുകിൽ എഫ് ഡോട്ട് കഴിഞ്ഞിട്ട് ഈ എൻ മാറ്റിയെടുക്കാനുള്ള മെത്തേഡാണ്. ആ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിച്ച് വാല്യൂറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത്. എഫ് ഡോട്ട് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ഡി എ
എന്നെടുക്കാം. ഡി എ എന്ന് പറയുമ്പോൾ അത് dx dy ആയിട്ട് വരും. ഇങ്ങനെ എടുക്കാം. ഇത് അപ്വേർഡ് ഓറിയന്റഡ് ആണെങ്കിൽ. മറിച്ച് ഡൗൺവേർഡ് ഓറിയന്റഡ് ആണെങ്കിൽ നേരെ തിരിയും. ഇവിടെ ഒരു മൈനസ് മാറി ഇവിടെ പ്ലസ് ആവും. ഇത് പ്ലസും ഇത് പ്ലസും ആയി ഈ പാർട്ട് ഈ മൈനസ് പ്ലസ് കെ മാറിയിട്ടത് മൈനസ് കെ ആവും. അതാണ് വ്യത്യാസം. അപ്പൊ ഫ്ലെക്സ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഫോർമുലകളൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. നൗ അപ്പോൾ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാല് സ്റ്റോക്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റില് ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ് ടു സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് എന്നാണ് എഴുതാൻ പറ്റുക. ഇതാണ് സ്റ്റോക്സ് തിയറം സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഇങ്ങനെ വന്നാൽ അത് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് minus dou z by dou x into I minus dou z by dou y into j plus k dA എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് dou z by dou x into I plus dou z by dou y into j minus k dA എന്നും എഴുതാം. അത് സർഫസിന്റെ ഓറിയന്റേഷൻ അനുസരിച്ചാണ് ഇത് മാറ്റുക. എങ്ങനെയാണ് ഓറിയന്റേഷൻ എടുക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കാണാം. സോ ഇനി നമുക്ക് 2024 മെയ്യില് KTUവില് ചോദിച്ച വെക്ടർ കാൽക്കുലസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസ് സ്റ്റോക്സ് തിയറം to evaluate integral over C f dot dr. To evaluate integral over C f dot dr, where f of x y z is equal to x y I plus x square j plus z square k, and C is the intersection of the rectangle 0 less than or equal to x less than or equal to 1, comma 0 less than or equal to y less than or equal to 3, and the plane z equal to y. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ where f of x y z equal to x y I plus x square j plus z square k, and C is the intersection of the rectangle 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 3, and the plane z equal to y. ഇതായിരുന്നു KTUവിന്റെ 2024 മെയിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ വേഡിങ്സിൽ ചിലൊരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ പിന്നീട് വീണ്ടും എഴുതാം. ഇവിടെ ഒരു പ്ലെയിൻ z equal to y യെ കുറിച്ച് പറയുന്നുണ്ട്. z equal to y രണ്ട് വേരിയബിൾ മാത്രമുള്ള ഒരു സർഫസ് ഒരു ഇക്വേഷൻ തന്നാൽ, ടു ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ അതൊരു കർവിന്റെ ഇക്വേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ y സ്ക്വയർ ഈക്വൽ ടു 4ax, അത് രണ്ട് വേരിയബിളുള്ള ഒരു ഇക്വേഷൻ ആണ്. അതൊരു പരാബോളയാണല്ലോ. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ, രണ്ട് വേരിയബിളുള്ള ഒരു ഇക്വേഷൻ. അതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. പക്ഷെ അത് ടു ഡയമെൻഷണൽ സ്പേസിലാണ്. ത്രീ ഡയമെൻഷണൽ സ്പേസിലാവുമ്പോൾ രണ്ട് വേരിയബിളിലുള്ള ഇക്വേഷനുകൾ ഒരു സർഫസിന്റെ ഇക്വേഷൻ ആയിട്ട് മാറും. മറ്റേതൊരു കർവിന്റെ ഇക്വേഷൻ ആയിരുന്നു. ടു ഡയമെൻഷണൽ സ്പേസിൽ രണ്ട് വേരിയബിളുള്ള ഇക്വേഷൻ ഒരു കർവിന്റെ ഇക്വേഷൻ ആണെങ്കിൽ, ത്രീ ഡയമെൻഷണൽ സ്പേസിൽ രണ്ട് വേരിയബിളുള്ള ഇക്വേഷൻ ഒരു സർഫസിന്റെ ഇക്വേഷൻ ആവും. ആ സർഫസിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, ഇപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന ഒരു ഇക്വേഷൻ
നമുക്കറിയാം 2-dimensional സ്പേസിൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സെന്റർ ഒറിജിനും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. എന്നാൽ ഇത് 3-dimensional ഇക്വേഷനിലാണെങ്കിൽ 3-dimensional സ്പേസ് ആണെങ്കിൽ അത് സെന്റർ ഒറിജിനും റേഡിയസ് 4 സർക്കിള് XY പ്ലെയിനിൽ എടുത്താൽ ഇതിനകത്ത് ഇല്ലാത്ത വേരിയബിൾ Z ആണ്. ഇക്വേഷനിൽ ഇല്ലാത്ത വേരിയബിൾ Z ആണ്. അപ്പോ XY പ്ലെയിനിലുള്ള സർക്കിൾ എടുത്തിട്ട് ആ സർക്കിളിനെ Z ആക്സിന്റെ ഡിറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. x² + y² = 4 എന്ന് പറയുന്ന സർക്കിളിനെ Z ആക്സിന്റെ പോസിറ്റീവും നെഗറ്റീവും ഡിറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതൊരു സിലിണ്ടർ ആയി മാറുമല്ലോ. ഈ സർക്കുലർ ഷേപ്പ് ഇതിനകത്ത് ഇല്ലാത്ത വേരിയബിൾ ഏതാണോ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു സിലിണ്ടറിന്റെ ഷേപ്പാണ് കിട്ടുക. അപ്പൊ 3-dimensional സ്പേസിൽ x² + y² = 4 എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ അല്ല, മറിച്ച് അതൊരു സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണ്. ഇതുപോലെ y² + z² = 4 എന്നാണെങ്കിൽ അത് y ആക്സും z ആക്സും കൂടെ ചേർന്ന് വരുന്ന ആ YZ പ്ലെയിനിലുള്ള ഒരു സർക്കിളിനെ x ആക്സിന്റെ ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഒരു സിലിണ്ടർ വരും. അതാണ് നമ്മൾ ഒരു 3-dimensional സ്പേസിൽ സർഫസിന്റെ ഇക്വേഷൻ വരയ്ക്കാനുള്ള മെത്തേഡ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനില് ദ പ്ലെയിൻ z = y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. z = y. അപ്പൊ ഇതിനകത്ത് z = y എന്നത് YZ പ്ലെയിനിൽ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. ഇത് y ആക്സിസും ഇത് z ആക്സും ഇത് x ആക്സും എടുക്കുമ്പോൾ YZ പ്ലെയിനിൽ ഉള്ള ഒരു സ്ട്രേറ്റ് ലൈനിനെയാണ് z = y എന്ന് കാണിക്കുന്നത്. ഇനി ഈ വേരിയബിളിൽ ഈ ഇക്വേഷൻ ഇല്ലാത്തത് x അല്ലേ? z ഉണ്ട്, ഇവിടെ y ഉണ്ട്, x ഇല്ല. അപ്പോ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈനിനെ x ആക്സിന്റെ ഡിറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പ്ലെയിൻ സർഫസ് വരും. ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു പ്ലെയിൻ സർഫസ് ആണ് വരിക. ആ പ്ലെയിൻ സർഫസിനെയാണ് ഇവിടെ സിഗ്മ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. z = y എന്ന് പറയുന്ന സർഫസ് 3-dimensional സ്പേസ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് z = y യുടെയും 0 < x < 1ന്റെയും 0 < y < 3 യുടെയും ഇന്റർസെക്ഷൻ എന്നാണ്. 0 < x < 1 ഈ പോയിന്റ് 0യും ഇത് 1 ആണെങ്കിൽ എക്സിന്റെ വേരിയേഷൻ ഇവിടെ നിന്ന് ഇവിടം വരെ വരിക. ഈ പോയിന്റ് 3 ആണെന്നിരിക്കട്ടെ. ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് ഈ പോയിന്റ് 3 ആണെന്നിരിക്കട്ടെ. അപ്പോ എക്സിന്റെ വാല്യൂ 0 to 1ഉം വൈയുടെ വാല്യൂ 0 to 3ഉം വേരി ചെയ്യുമ്പോൾ ഇവിടെ XY പ്ലെയിനില് ഒരു റെക്ടാംഗിൾ ആണ് കിട്ടുക. XY പ്ലെയിനിൽ റെക്ടാംഗിൾ കിട്ടും. എക്സിന്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് വൈയുടെ വാല്യൂ 0ക്കും 3ക്കും ഇടയ്ക്ക് എന്ന് വരുമ്പോൾ XY പ്ലെയിനിലുള്ള റെക്ടാംഗിൾ ആണ് കിട്ടുക. ആ റെക്ടാംഗുലർ റീജിയനും ഈ സർഫസും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഈ ഒരൊറ്റ ലൈനല്ലേ വരുള്ളൂ. ഈ ഒരു ലൈനേ വരുന്നുള്ളൂ. അപ്പൊ ഇന്റർസെക്ഷൻ ഒരു സർഫസ് ആയിട്ട് വരുന്നില്ല ഇവിടെ. അത് ക്വസ്റ്റ്യനിലെ ഒരു തെറ്റാണ്. ക്വസ്റ്റ്യനിലെ വേർഡിന് പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല. z = y യും ഈ റെക്ടാംഗിൾ ഇത് 0 < x < 1 x ആക്സും y ആക്സും എടുത്തിട്ട് ഇവിടെ എക്സിന്റെ വാല്യൂ 0 to 1 വൈയുടെ വാല്യൂ 0 to 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റെക്ടാംഗിളിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ആവുമ്പോൾ x ആക്സിലും y ആക്സിലും കൂടെ ഉള്ള ഒരു റെക്ടാംഗിൾ ആണ് ഈ രണ്ട് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ z = y എന്നുള്ളത് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന ഒരു പ്ലെയിൻ സർഫസ് ആണ്. ഈ പ്ലെയിൻ സർഫസും ഈ റെക്ടാംഗിളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എ സിംഗിൾ ലൈൻ. അതൊരു സർഫസ് അല്ല. അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യനിൽ വന്ന ഒരു തെറ്റ്. ഇനി ആ ക്വസ്റ്റ്യൻ ശരിയാക്കണമെങ്കിൽ അതിന്റെ വേഡിങ് ഒന്ന് മാറ്റിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യന്റെ വേഡിങ് ഒന്ന് തിരുത്താം. യൂസ് സ്റ്റോക്സ് തിയറം to evaluate. Use Stokes theorem to evaluate integral over C f dot dr, where f of x y z equal to x y I
plus x square j plus z square k where and C is the rectangle. ഇവിടെ ഇന്റർസെക്ഷൻ എന്നുള്ള വാക്ക് വേണ്ട. C is the rectangle in the plane z equal to y with 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 3. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ആ ചരിഞ്ഞ ഒരു പ്ലെയിൻ വരച്ചിരുന്നല്ലോ, ആ പ്ലെയിനില് എക്സ് കോർഡിനേറ്റ് 0 to 1 വൈ കോർഡിനേറ്റ് 0 to 3 ആയിട്ട് വരുന്ന ഭാഗം മാത്രം. അപ്പൊ ആ പ്ലെയിൻ സർഫസിലുള്ള ഒരു റെക്ടാംഗിൾ ആയിട്ട് കിട്ടും. ആ റെക്ടാംഗിളിനെയാണ് ഇവിടെ സി ആയിട്ട് എടുക്കേണ്ടത്, സോറി സർഫസ് ആയിട്ട് എടുക്കേണ്ടത്, സി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോ അതുകൊണ്ട് ഇതിന്റെ വേഡിങ് ഇങ്ങനെ ആക്കണമായിരുന്നു. മറിച്ചാണെങ്കിൽ അതൊരു കർവ് മാത്രമായി പോകും, ഒരു ലൈൻ മാത്രമായി പോകുമായിരുന്നു. ഈ സർഫസിൽ z equal to y-ല് 0 less than or equal to x less than or equal to 1-ഉം 0 less than or equal to y less than or equal to 3 ആയിട്ട് വരുന്ന ഭാഗം എടുക്കുമ്പോൾ റെക്ടാംഗിൾ ആവും. ആ റെക്ടാംഗിൾ ഞാൻ വരച്ചു കാണിക്കാം. ആക്ച്വലി അങ്ങനെ വരുന്ന റെക്ടാംഗിളിനെയാണ് ഞാൻ നേരത്തെ വരച്ചത്. അപ്പോ ഇത് z ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ് എന്നെടുത്താല് z equal to y എന്ന് പറയുന്ന പോർഷൻ ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഇത് 0 to 1-ഉം ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുന്ന പോർഷൻ 3 ആണെങ്കിൽ ഈ സർഫസില് എക്സിന്റെ വേരിയേഷൻ 0 to 1-ഉം വൈയുടെ വേരിയേഷൻ 0 to 3 ആയിട്ട് വരുന്ന ഭാഗം ഇത്രയും വരും. z equal to y എന്നുള്ള ഭാഗം ശരിക്കും ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. അതില് എക്സ് കോർഡിനേറ്റ് 0 to 1 വരികയും വൈ കോർഡിനേറ്റ് 0 to 3 വരികയും വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം. ഈ ഭാഗം എടുക്കുമ്പോൾ റെക്ടാംഗിൾ ആണല്ലോ, ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഭാഗം റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ആ റെക്ടാംഗിൾ ആണ് സി ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ പോർഷൻ ഇവിടെ 3 എന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് നമ്മുടെ സ്റ്റോക്സ് തിയറം അനുസരിച്ച് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് എന്നെടുക്കണം. അപ്പൊ ഇതിന് നമുക്ക് കേൾ എഫിനെ കണ്ടുപിടിക്കണം. എഫ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് വെച്ചുകൊണ്ട് കേൾ എഫ് എഴുതുമ്പോൾ ഡിറ്റർമിനന്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. എഫിലെ ഐയുടെ കോഎഫിഷ്യന്റ് എക്സ് വൈ, ജെയുടെ കോഎഫിഷ്യന്റ് എക്സ് സ്ക്വയർ, കെയുടെ കോഎഫിഷ്യന്റ് സെഡ് സ്ക്വയർ. ഇതാണ് കേൾ എഫ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈക്വൽ ടു അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് സ്ക്വയർ ആണ്. ഇങ്ങനെ ഇങ്ങോട്ടാണ്. സെഡ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, സെഡ് സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 0 ആണ്. മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇനി ഇങ്ങോട്ടാണ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു സെഡ് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യറ്റ് ചെയ്യുമ്പോൾ അതും 0 വന്നു. ഇനി മൈനസ് ജെ ഇൻറ്റു ഇനി അടുത്തത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വരും. ഇത് രണ്ടും കൂടി അപ്പൊ അത് 0 മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് വൈ അതും 0 പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇങ്ങനെ ഇങ്ങോട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ അത് 2x കിട്ടും. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ എടുക്കുമ്പോൾ x ഇൻറ്റു 1 അപ്പൊ x എന്ന് കിട്ടി. ദാറ്റ് മീൻസ് കേൾ ഓഫ് ഈസ് ഈക്വൽ ടു കേൾ എഫ് ഇസ് ഈക്വൽ ടു ഇത് 0 ഇത് 0 ഇവിടെ 2x മൈനസ് എക്സ് പറയുമ്പോൾ എക്സ് മാത്രം. അപ്പൊ k ഇൻറ്റു എക്സ് ഇങ്ങനെ കിട്ടി. ഇതാണ് കേൾ എഫ്. ഇനി നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബൈ സ്റ്റോക്സ് തിയറം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ എഫ്
കേൾ ഓഫ് എന്ന് പറയുന്നത് k ഇൻറ്റു എക്സ് ഡോട്ട് എൻ ഡി എസ് എന്നായി. ഇനി നമുക്ക് ഈ ഡോട്ട് എൻ ഡി എസ് എന്നുള്ള ഈ ഫ്ലെക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഫ്ലെക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള മെത്തേഡ് എടുക്കണം. അതിന് ഇവിടെ ഈ കർവിന്റെ പോസിറ്റീവ് ഓറിയന്റേഷൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കൗണ്ടർ ക്ലോക്ക് ഓറിയന്റേഷൻ ആണ് പോസിറ്റീവ് ആയിട്ട് എടുക്കുക. എപ്പോഴും അതും കൂടെ ക്വസ്റ്റ്യനിൽ പറയണം കേട്ടോ. ഓറിയന്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് കൂടെ ചേർക്കണമായിരുന്നു. ക്വസ്റ്റ്യനിൽ അതും കൂടെ ചേർക്കണം. ഓറിയന്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ ചേർക്കണം. ഞാൻ അവിടെ വരെ പറഞ്ഞില്ലായിരുന്നു, ആ ഒരു സെന്റൻസ് കൂടെ ക്വസ്റ്റ്യനിൽ വരണം. അപ്പോഴേ ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുള്ളൂ. K2 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും ഇട്ടിട്ടില്ലായിരുന്നു. അതും ഒരു പോരായ്മയായിരുന്നു. ക്വസ്റ്റ്യനിൽ ചേർക്കണം ഓറിയന്റഡ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഓറിയന്റേഷൻ എടുത്തു കഴിയുമ്പോൾ ഈ സർഫസ് കൂടെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് z ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ എടുക്കണമെങ്കിൽ z ഈക്വൽ ടു വൈ ആണല്ലോ. അപ്പോൾ ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ആദ്യം ഇതിന്റെ റീജിയൻ, ഇതിന്റെ പ്രൊജക്ഷൻ ആയിട്ടുള്ള റീജിയൻ കണ്ടുപിടിക്കണം. ഇവിടെ ഈ പോയിന്റിൽ നിന്നും പ്രൊജക്ഷനുകൾ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോർഷനാണ്, ഈ ഒരു പോർഷനാണ് R ആയിട്ട് വരാൻ പോകുന്നത്. അതായത് ഈ സർഫസിന്റെ, ഈ പ്ലെയിൻ സർഫസിന്റെ താഴേക്കുള്ള പ്രൊജക്ഷൻ, ഈ ഭാഗമാണ് സർഫസ് എടുത്തിരുന്നത്. അതിന്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷന്റെ ഭാഗത്തെയാണ് നമ്മൾ R എന്ന് വിളിക്കേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ R kx ഡോട്ട് kx ഡോട്ട് ഇവിടെ ഈ പറയുന്ന കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് എടുത്തുകൊണ്ട് അപ്വേർഡ് ആണ് ഓറിയന്റേഷൻ എടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് കാണുന്നത്. അപ്പൊ അപ്വേർഡ് ഓറിയന്റേഷൻ ആയതുകൊണ്ട് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ മൈനസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് കെ ഡി എ, ഈ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. തന്നിരിക്കുന്നതിന്റെ ഓറിയന്റേഷൻ കർവില് ഓറിയന്റേഷൻ ഉണ്ട്, ഡിറക്ഷൻ ഉണ്ട്. അത് ആന്റി ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ ആണ്. അപ്പൊ അത് പോസിറ്റീവ് സൈഡിൽ നോക്കുമ്പോഴാണ് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണുന്നത്. അപ്പൊ കർവിന്റെ ഓറിയന്റേഷൻ അപ്വേർഡ് ആണ്. അപ്വേർഡ് ആയതുകൊണ്ട് ഫ്ലക്സ് ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇങ്ങനെ ഉപയോഗിക്കണം. അതില് ഡബിൾ ഇന്റഗ്രൽ ഓവർ R kx ഡോട്ട് I ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 0, z ഈക്വൽ ടു y ആണ്. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നുള്ളത് 0 മൈനസ് ജെ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1 പ്ലസ് കെ ഡി എ എന്ന് കിട്ടും. kx ഡോട്ട് I ഇൻറ്റു 0 ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പൊ മൈനസ് I ഇൻറ്റു 0 മൈനസ് ജെ ഇൻറ്റു 1 പ്ലസ് കെ ഡി എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ R kx ഡോട്ട് ഇവിടെ മൈനസ് ജെ പ്ലസ് കെ എന്ന് കിട്ടും ഡി എ. ഇതിൽ കെ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ കെ എക്സ് ഇൻറ്റു 1 മാത്രമേ വരുള്ളൂ. സോ ദിറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു 1. അപ്പൊ എക്സ് ഡി എ എന്നുള്ളതിന് നമുക്കിവിടെ ഡി എക്സ് ഡി വൈ എന്നാക്കാം. എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് ഡി എ എന്ന് പറയുന്നത് ഡി എക്സ് ഡി വൈ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സിന്റെ വൈയുടെ ലിമിറ്റുകൾ കൊടുക്കണം. ഈ റീജിയൻ, ഇതാണ് റീജിയൻ ആർ. ആ റീജിയനില്, അതായത് ഈ താഴത്തെ റെക്ടാംഗിളില്, ഈ വലിയ ഇസഡ് വൈ എന്ന പ്ലെയിനിൽ ഉണ്ടായിരുന്ന റെക്ടാംഗിളിനെ നമ്മൾ താഴേക്ക് പ്രൊജക്ട് ചെയ്യിച്ചു. ആ പ്രൊജക്ട് ചെയ്യിച്ച ഭാഗത്തിനെയാണ് R ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി ഈ ആറിനകത്തെ എക്സിന്റെയും വൈയുടെയും ലിമിറ്റുകളാണ് കൊടുക്കേണ്ടത്. ഇവിടെ എക്സിന്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 3. ഈ റീജിയനിൽ റെക്ടാംഗിൾ പോർഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് എക്സിന്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 3 കൊടുക്കാം. വൈയുടെ ലിമിറ്റ് പുറമേ ഉള്ളതിനാണ്, അപ്പൊ 0 to 3. എക്സിന്റെ ലിമിറ്റ് ഉള്ളിലുള്ളതിന് 0 to 1. ഇനി ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആവും. അപ്പോ ഇത് ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേഷൻ. 0 to 3 എക്സിന്റെ ഇന്റഗ്രേഷൻ x²/2 ലിമിറ്റ് 0 to 1 dy ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 3. ഇത് അപ്പർ ലിമിറ്റ് ഇടുമ്പോൾ 1/2, ലോവർ ലിമിറ്റ് 0. അപ്പൊ 1/2 dy എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി 1/2 ഇൻറ്റു ഡിവൈഡ് ഇന്റഗ്രൽ y. ഇത് 1/2 ഇൻറ്റു y ലിമിറ്റ് 0 to 3. So equal to 1/2 into 3 minus 0. That means 1/2 into 3.
സോ ദ ആൻസർ ഈസ് 3/2. ഇതാണ് മെത്തേഡ്. ആൻസർ 3/2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ കറക്റ്റ് ചെയ്തു. അവിടെ ആ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് തെറ്റുണ്ടായിരുന്നത്. Z = y-യിലുള്ള ആ ഒരു പ്ലെയിൻ. അതോടൊപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയന്റേഷൻ കൂടെ ക്വസ്റ്റ്യൻ തരണമായിരുന്നു. അതും ക്വസ്റ്റ്യൻ തന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ സ്റ്റോക്സ് തിയറം ചെയ്യുമ്പോൾ ആ ലൈൻ ഇന്റഗ്രലിനെ ഫ്ലെക്സ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫ്ലെക്സ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ Z = g((x)(y) ആണെങ്കിൽ പോസിറ്റീവ് അപ്വേർഡ് ഓറിയന്റഡ് ആണെങ്കിൽ -∂z/∂x × y -∂z/∂y × j പ്ലസ് കെയുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ആ n എന്നുള്ള പാർട്ട് n(ds) എന്നുള്ള പാർട്ട് മാറി കിട്ടും. F.n(ds) എന്നുള്ളതിലെ ആ ഡോട്ട് n ds മാറ്റുന്നതിനുള്ള ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ചു. പിന്നെ ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എടുക്കുന്നത് ഈ താഴത്തെ റീജിയൻ R ൽ നിന്നാണ്. അത്രയുമാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് ജാനുവരി 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. ജാനുവരി 2024 ക്വസ്റ്റ്യൻ. യൂസ് സ്റ്റോക്സ് തിയറം to evaluate integral over C f dot dr. Integral over C f dot dr, where f is equal to x minus 2y into y plus y minus z into j plus z minus x into k. F is equal to x minus 2y into y plus y minus z into j plus z minus x into k. And C is the circle. C is the circle x square plus y square equal to a square in the xy plane. In the xy plane with counterclockwise orientation. Looking down the positive real z axis. Looking down the positive z axis. ഇവിടെ ആ ക്വസ്റ്റ്യൻ ശരിയായിട്ട് തന്നെ വന്നു. ആ ഓറിയന്റേഷൻ എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യണം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്തില്ലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതായിരുന്നു അതിന്റെ കുഴപ്പങ്ങൾ. അപ്പൊ ഇവിടെ ഈ എഫ് തന്നിരിക്കുന്നു. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കണം. കർവ് സി ആയിട്ട് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലുള്ള സർക്കിൾ ആണ്. അപ്പോ സ്റ്റോക്സ് തിയറം തന്നെ ഉപയോഗിക്കണം. അപ്പൊ ഇവിടുത്തെ സർഫസ് ആയിട്ട് പറയുന്നത് എക്സ് വൈ പ്ലെയിനുള്ള സർഫസ് സർക്കിൾ തന്നെയാണ്. എക്സ് വൈ പ്ലെയിനിലാണ് സർഫസ് എങ്കിൽ എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോസിറ്റീവ് ഓറിയന്റേഷൻ ആയതുകൊണ്ട് എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിറക്ഷൻ എന്ന് പറയുന്നത് സെഡ് ആക്സിസ് ആണ്. എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിറക്ഷൻ സെഡ് ആക്സിസ് ആണ്. സെഡ് ആക്സിസ് കൂടെയുള്ള യൂണിറ്റ് വെക്ടർ കെ ആണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് കെ ഡയറക്റ്റ് പറയാം. കഴിഞ്ഞ പ്രോബ്ലത്തില് ആ എൻ എന്താണെന്ന് ഡയറക്റ്റ് പറയാം. കഴിഞ്ഞ പ്രോബ്ലത്തില് എൻ എന്താണെന്ന് കൃത്യമായി നമ്മൾ കണ്ടുപിടിച്ചില്ല. അതിനാണ് എൻ ഡി എസ് എന്നുള്ള പാർട്ടിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് -∂z/∂x into y -∂z/∂y into j plus k dA എന്നാക്കി മാറ്റിയത്. In this case, the surface given or the curve given is only the circle in the xy plane. അപ്പോ ഇതിന്റെ ഈ റീജിയനെയാണ് സർഫസ് ആയിട്ട് ഇവിടെ പറയേണ്ടത്. ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനെയാണ് സ്റ്റോക്സ് തിയറത്തിലെ n ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ആ n എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയത് z ആക്സിസ് ആണ്. z ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് പറയേണ്ടത്. z ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ k ആണ്, പോസിറ്റീവ് k ആണ്. സോ നമുക്ക് ഇവിടെ സ്റ്റോക്സ് തിയറം വെച്ചുകൊണ്ട് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് സിഗ്മ കേൾ ഓഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയാം. അതിൽ എന്നിന് നമുക്കിവിടെ കെ എന്ന് തന്നെ എടുക്കാവുന്നതാണ്.
ഇനി ഇവിടെ നമുക്ക് കേൾ ഓഫ് കണ്ടുപിടിക്കണം. കേൾ ഓഫ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് I J K ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ഐയുടെ കോഎഫിഷ്യന്റ് എക്സ് മൈനസ് 2y, ജെയുടെ കോഎഫിഷ്യന്റ് y മൈനസ് സെഡ്, കെയുടെ കോഎഫിഷ്യന്റ് സെഡ് മൈനസ് എക്സ്. ഇനി ആ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കേൾ ഓഫ് ആണ്. അപ്പോ ഇറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് മൈനസ് എക്സ്, അത് 0 വന്നു. മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് y മൈനസ് സെഡ്, അത് -1 വന്നു. ഡോ ബൈ ഡോ സെഡ് ഓഫ് y മൈനസ് സെഡ് ആകുമ്പോൾ y ഡെറിവേറ്റീവ് 0, മൈനസ് സെഡിന്റെ ഡെറിവേറ്റീവ് -1. ഇനി മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് മൈനസ് എക്സ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് മൈനസ് എക്സ് പറയുമ്പോൾ സെഡിന്റെ ഡെറിവേറ്റീവ് 0, മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1. Then plus k into ഡോ ബൈ ഡോ എക്സ് ഓഫ് y മൈനസ് സെഡ്, അത് എക്സ് ഇല്ലാത്ത പാർട്ടായതുകൊണ്ട് ഡെറിവേറ്റീവ് 0, മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് 2y. അപ്പോ എക്സിന്റെ ഡെറിവേറ്റീവ് 0, മൈനസ് 2y ഡെറിവേറ്റീവ് -2. ഇങ്ങനെ കിട്ടി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു മൈനസ്, അപ്പൊ I മൈനസ് ജെ പ്ലസ് 2k എന്ന് കിട്ടുന്നുണ്ട്. I മൈനസ് ജെ പ്ലസ് 2k. I തെറ്റിയോ? I ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് വൺ 0, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ആകുമ്പോഴേക്കും -1, -1. Then മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ്, സോറി തിരിഞ്ഞു പോയി, മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് മൈനസ് എക്സ്, ഇറ്റ് ഈസ് -1, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് മൈനസ് 2y 0. Then plus k into ഡോ ബൈ ഡോ എക്സ് ഓഫ് 0, മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് -2. ഓക്കെ, ഇവിടെ -1 -0 ആണ്. അപ്പൊ ഇത് I പ്ലസ് ജെ പ്ലസ് 2k എന്ന് കിട്ടി. I പ്ലസ് ജെ പ്ലസ് 2k, അതാണ് കേൾ ഓഫ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ n എന്ന് പറയുന്നത് ഈ കേസിൽ xy പ്ലെയിന് പെർപെൻഡിക്കുലർ ആയ സബ് വെക്ടർ നേരിട്ട് കിട്ടുന്നത് കൊണ്ട് n ന് പകരം k എന്നില്ല. സോ ദിസ് ഈസ് ഇന്റഗ്രൽ ഓവർ c f ഡോട്ട് dr ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് എന്ന് പറയുന്നത് I പ്ലസ് ജെ പ്ലസ് 2k ഡോട്ട് k ds എന്ന് തന്നെ എഴുതാം. ഇവിടെ സിഗ്മയും ആ റീജിയൻ ആറും എല്ലാം സെയിം ആണ്. xy പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അത് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇത് നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ, ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2 ആണ്. ds ന് നമുക്ക് ഇവിടെ dx dy എന്ന് എഴുതാം, അല്ലെങ്കിൽ dx ന് പകരം da എന്ന് എഴുതിയാലും മതി. ഇത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ i ടൈം ഇല്ല, j ടൈം ഇല്ല, k ടൈം മാത്രമേ ഇപ്പുറത്തുള്ളൂ, ഡോട്ടിന്റെ ഉള്ളു. അതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2 × 1 2 മാത്രം കിട്ടി. അപ്പൊ ഇന്റഗ്രൽ ഓവർ സിഗ്മ da എന്ന് പറയാം. da ആയാലും ds ആയാലും ഇവിടെ സെയിം ആണ്. ഒരു കർവ്ഡ് സർഫസ് ഒന്നും അല്ലല്ലോ, xy പ്ലെയിനുള്ള ഒരു സർഫസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏരിയയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് സിഗ്മ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ആർ. ആർ എന്ന് പറയുന്നത് ഇവിടെ ഈ സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ ആണ്. അപ്പൊ റേഡിയസ് എ ആയിട്ടുള്ള സർക്കിൾ ആണല്ലോ. റേഡിയസ് എ ആയിട്ടുള്ള സർക്കിൾ ആകുമ്പോൾ അതിന്റെ ഏരിയ പൈ എ സ്ക്വയർ. സോ ആൻസർ 2 ഇൻറ്റു പൈ എ സ്ക്വയർ. വേറെ ഇന്റഗ്രേഷൻ ഒന്നും വേണ്ടി വരുന്നില്ല, കോൺസ്റ്റന്റ് ആണ് കിട്ടിയത്, അതുകൊണ്ട് 2 പൈ എ സ്ക്വയർ കിട്ടി. അപ്പൊ ഇവിടെയും സ്റ്റോക്സ് തിയറം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ കേൾ ഓഫ് കണ്ടുപിടിച്ചു. പിന്നെ ആ ഡോട്ട് ആൻഡ് ds നെ ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ബിക്കോസ് ദ ഗിവൺ സർഫസ് ഈസ് ഇൻ ദി xy പ്ലെയിൻ. അപ്പൊ അവിടെ പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷൻ നമുക്ക് ഡയറക്റ്റ് k എന്ന് എഴുതാം, അതായത് n ന് പകരം k എന്ന് കൊടുക്കാം. ഇത് നേരിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടി. കോൺസ്റ്റന്റ് ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് കിട്ടി. അതിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ 2 ഇൻറ്റു ഏരിയ എന്നാണ് വരിക. ഏരിയ ഓഫ് ദ സർക്കിൾ എന്നുള്ളത് പൈ എ സ്ക്വയർ. ദാറ്റ് ഈസ് ദി ആൻസർ. ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, ഈ ചെറിയ ചെറിയ റൂൾസ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനിയും ഇതിലെ സ്റ്റോക്സ് തിയറത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. പിന്നെ ഡൈവേർജൻസ് തിയറത്തിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് നോക്കണം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ എപ്പിസോഡുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
40 40